ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായി നമ്മൾ വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് അപ്പോൾ നമ്മൾ വീണ്ടും ആ ട്രാക്കിലേക്ക് വരികയാണ്. അപ്പോൾ നമ്മൾ ഇനി മുതൽ ചെയ്യുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് എല്ലാ എക്സാംസിനും യൂസ്ഫുൾ ആയിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകളായിരിക്കും നമ്മൾ ഇനി ചെയ്ത് വരിക. ഓക്കെ, നമ്മൾ കാര്യം ടോപ്പിക് വൈസ് ക്ലാസ്സിൽ നമ്മൾ വീണ്ടും ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ ഒരുപാട് ടോപ്പിക് വൈസ് ക്ലാസ്സുകളെല്ലാം ഓർഡർ ചെയ്ത് നമ്മുടെ പ്ലേലിസ്റ്റിലുണ്ട്. അപ്പോൾ അത് നോക്കിയാൽ മതി. ഇത് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്ത് പഠിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യാണ്ട് ബുദ്ധിമുട്ട് വരുന്നെങ്കിൽ ഏത് ടോപ്പിക്കാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരുന്നത് നോക്കുക. നിങ്ങൾ നേരെ എന്ത് ചെയ്യുക, ടോപ്പിക്ക് പോയി കാണുക. അങ്ങനെയാണ് നിങ്ങൾ പഠിച്ചു വരേണ്ടത്. ഇനി പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്താൽ ഒരുപാട് തവണ ടോപ്പിക് ഇങ്ങനെ പഠിച്ചിട്ട് ഇതിന്റെ കാര്യം ടോപ്പിക്ക് ആദ്യമായിട്ട് പഠിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ടോപ്പിക്ക് പഠിച്ചിട്ട് വന്ന് ക്വസ്റ്റ്യൻ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ അല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ ഏത് ക്വസ്റ്റ്യൻ ആണോ നമുക്ക് ബുദ്ധിമുട്ട് വരുന്നത്, ഏത് ടോപ്പിക്കാണ് മനസ്സിലാക്കുക, ആ ടോപ്പിക്കിൽ പോവുക, ചെയ്ത് നോക്കാം. ശരി, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലൂടെ പോലെ ഒരുപാട് സംസാരിക്കണം. നിങ്ങളുടെ കയ്യിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എന്താണ്? നിങ്ങൾ റീസെന്റ് ഞാനൊരു ക്വസ്റ്റ്യൻ പേപ്പർ റാൻഡമായിട്ട് എടുത്തിരിക്കുകയാണ്. കാര്യം നമ്മൾ ഒരുപാട് ദിവസമായി ക്ലാസ്സുകൾ ചെയ്തിട്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് ഒന്ന് ആ ഒരു ഫ്ലോയിലേക്ക് ട്രാക്കിലേക്ക് വരാനായിട്ട് ജസ്റ്റ് വെറുതെ ക്വസ്റ്റ്യൻ പേപ്പർ, ഒരു LGS ലെവലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള റീസെന്റ് നടന്നിട്ടുള്ള എക്സാംസിന്റെ ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പറുകളൊന്ന് നമ്മുടെ പേഴ്സണൽ വാട്സപ്പിലേക്കോ ടെലഗ്രാമിലേക്കോ ഒന്ന് ഷെയർ ചെയ്തേക്കാം. നമുക്കത് വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ അങ്ങനെ വർക്കൗട്ട് നമുക്ക് അതിന്റെ കൂടെ അഡീഷണൽ പോയിന്റ്സും ബേസും ഒക്കെ നമുക്ക് പറഞ്ഞു പോകണം. അല്ലാണ്ട് ബേസ് മാത്രമായിട്ട് പഠിച്ചു പോകണ്ട, എല്ലാ ബേസ് ഒക്കെ ഇതിന്റെ കൂടെ നമുക്ക് പറഞ്ഞ് നോട്ട് ചെയ്ത് പഠിച്ച് പോവാം. ഓക്കെ, സോ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. അതായത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം, ഏത് സംഖ്യയുടെ 40% 32 എന്നാണ് ചോദ്യം. അപ്പൊ ഏത് സംഖ്യയുടെ 40% 32 എന്നുള്ളൊരു ചോദ്യമാണ്. അപ്പൊ നമുക്ക് നോക്കാം. അപ്പോൾ ഏത് സംഖ്യയുടെ 40%? അപ്പൊ നമുക്ക് നോക്കാം. സംഖ്യ നോർമലി നമുക്ക് സംഖ്യ എടുത്ത് വേണമെങ്കിലും ചെയ്യാം, എക്സ് എടുത്തും ചെയ്യാം. പക്ഷേ ചിലർക്കൊക്കെ എക്സ് എടുക്കുമ്പോൾ ചിലപ്പോൾ ബുദ്ധിമുട്ട് വരും. ചിലർക്ക് എക്സ് ഒക്കെ കാണുമ്പോൾ ഒരു പ്രശ്നമുള്ളവരുണ്ട്. പതിയെ നമുക്ക് മാറ്റിയെടുക്കാം. തൽക്കാലത്തേക്ക് ഞാനത് സംഖ്യ തന്നെ എടുക്കണം. അപ്പൊ സംഖ്യ എന്ന് പറയുന്നത് നമുക്ക് എക്സ് എടുക്കേണ്ട സംഖ്യ തന്നെ എടുക്കാം. അപ്പൊ സംഖ്യയുടെ ഒരു സംഖ്യയുടെ അല്ലെങ്കിൽ അതിന്റെ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഇന്ത്യ അല്ലെങ്കിൽ ഇവിടെ വരുമ്പോൾ എപ്പോഴും ഇൻറ്റു കൊടുക്കും. നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ, സംഖ്യയുടെ അല്ലെങ്കിൽ അതിന്റെ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇൻറ്റു കൊടുക്കും. എത്ര ശതമാനം? 40%. അപ്പൊ ഈ 40% എന്ന് പറയുമ്പോൾ എത്ര കൊടുക്കും? ബൈ 100. അതാണ് ശതമാനം അല്ലെ. 40% മീൻസ് 40/100 ഈസ് ഈക്വൽ ടു 30. കാര്യം സംഖ്യയുടെ 40% എടുക്കുമ്പോൾ എത്ര കിട്ടും എന്നാണ്? 32 കിട്ടും എന്നാണ്. അപ്പൊ ഇതിന്ന് നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് 0 കട്ട് കളയാം. അതല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യും, നമ്മൾ സംഖ്യ എന്ന് പറഞ്ഞിട്ട് സംഖ്യ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യും, ഈ 40/100 എടുത്ത് അപ്പുറത്തേക്ക് കൊണ്ടുപോകും. അവിടെ ഉള്ളത് ആരാ? അപ്പൊ എപ്പോഴും ഇവിടെ ഒരു സ്ഥലത്ത് നമ്മൾ അങ്ങോട്ട് ട്രാൻസ്പോസ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ നമ്മൾ അവിടെ ഉള്ളതിനെ ആദ്യം എഴുതുക. സോ 32 നമ്മൾ ആദ്യം എഴുതും, എന്നിട്ട് ഇൻറ്റു അല്ലെ. ഈ 40/100 അപ്പുറത്ത് പോകുമ്പോൾ ഒന്നുകിൽ ഡയറക്റ്റ് ആയിട്ട് ചിന്തിക്കുക, അത് തല തിരിഞ്ഞു വരും. അതായത് 100 എന്തെന്നാവും? 40. ഓക്കെ, അങ്ങനെ. അല്ലെങ്കിൽ നമ്മൾ ഓർമ്മിക്കുക, 100 അവിടേക്ക് പോകുമ്പോൾ ഇൻറ്റു ആവും, മുകളിൽ പോവും. 40 ഗുണിച്ചിരിക്കുന്ന താഴെ പോകുമ്പോൾ ഹരിക്കും. അങ്ങനെ ചിന്തിച്ചാലും മതി. എനിവേ ഞാനിത് 0 കട്ട് ചെയ്യാണ്. 4 32 കട്ട് ചെയ്ത് ഞാൻ 8 എന്ന് എഴുതാണ്. സോ 8 × 10 നമുക്ക് എത്ര കിട്ടും? ആൻസർ 80 കിട്ടും. ഓക്കെ അല്ലേ. അപ്പൊ 80 എന്നുള്ള ഓപ്ഷൻ അതിനകത്ത് ഉണ്ടോ എന്ന് നോക്കി. 80 ഓപ്ഷൻ അതിനകത്ത് ഉണ്ട്. എ ഓപ്ഷൻ തന്നെ 80 ആണ് അല്ലെ. അപ്പൊ അത് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും, പ്രശ്നമില്ലല്ലോ. സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലേ. ഓക്കെ, സോ നമുക്ക് ആ ക്വസ്റ്റ്യൻ കളയാം. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. നോക്കിയേ, ക്വസ്റ്റ്യൻ കാണാമെന്ന് വിചാരിക്കുന്നു. 14ന്റെയും 16ന്റെയും ഗുണിതമായി വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത്? അപ്പൊ നമുക്ക് ഈ ഗുണിതമായി വരുന്ന ഏറ്റവും ചെറുതെന്ന് കേൾക്കുമ്പോഴേ നമുക്കറിയാം അത് LCM ആണെന്ന് നമുക്കറിയാം. ശരിയല്ലേ. അപ്പൊ 14ന്റെയും എന്ത് ചെയ്യുക, 16ന്റെയും LCM എടുക്കുക. സിമ്പിൾ പരിപാടി അല്ലേ. ഇപ്പൊ 2 കൊണ്ട് ചെയ്യും നമ്മള് 7, 8. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ ചെറുതെന്ന് കാണുമ്പോൾ LCM തന്നെ. ഇപ്പൊ അതിൽ എക്സെപ്ഷണൽ കേസ് ഉണ്ട്, അതൊക്കെ നമ്മൾ ടോപ്പിക് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. എനിവേ നമുക്ക് അതിന്റെ LCM എന്ന് പറഞ്ഞാൽ എന്ത് വരും നമുക്ക് വെളിയിലുള്ള അല്ലെ, 2, 7, 8. സോ 7 × എത്രയാ? 8 വരും അല്ലെ. അപ്പൊ നമുക്ക് 8, 56, 102 എന്ന് ആൻസർ കിട്ടും. ഓക്കെ, സോ 102 ആണ് നമ്മുടെ ആൻസർ എന്ന് പറയാം. പ്രശ്നമില്ലല്ലോ, അതും കുഴപ്പമില്ലല്ലോ. അപ്പൊ ഇങ്ങനെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, നിങ്ങൾ എന്റെ ഹാൻഡ് റൈറ്റിംഗ് നോക്കണ്ട, ഞാൻ വൈറ്റ് ബോർഡിൽ എഴുതി ശീലിച്ചുകൊണ്ട് നമുക്ക് ഇതിനകത്ത് എഴുതുമ്പോൾ കുറച്ച് ചിലപ്പോൾ പ്രശ്നങ്ങൾ വരും. പതിയെ അതും ശരിയാക്കി എടുക്കണം. ഓക്കെ, നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വരുന്നതിന്റെ കൂടെ ഞാനും എഴുതി പഠിച്ചുകൂടെ വരും. ഓക്കെ, എനിവേ അപ്പൊ അത് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യാട്ടോ, നമ്മൾ നോക്കാം. ദെൻ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലൂടെ പോവാം. ഓക്കെ, ശരി, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, നോക്കിയേ, ഒരു മിക്സർ ഫ്രാക്ഷൻ ആണ്. മിക്സർ ഫ്രാക്ഷൻസിന്റെ അതായത് മിശ്ര ഭിന്നങ്ങളുടെ സങ്കലനവും വ്യവകലനവും ഒരുമിച്ച് വന്നത്. അപ്പൊ ഇത് നമുക്ക് എഴുതാതെ തന്നെ നിങ്ങൾ പറഞ്ഞു നോക്കിയേ. നമുക്ക് വേണമെങ്കിൽ ഇത് ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണാമല്ലോ. അപ്പോൾ 2ഉം 4ഉം 3ഉം ആ 2ന്റെ ഞാൻ ആ ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് ക്വസ്റ്റ്യൻ കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഇത് നമുക്ക് എല്ലാത്തിൻ്റെ ഹോൾ നമ്പർ പൂർണ്ണസംഖ്യാ ഭാഗങ്ങളും എടുക്കാം. അപ്പൊ ഏതൊക്കെയാ വരും? 2 വരും, 1 വരും, 2 വരും, ഒരു -3 വരും. കണ്ടോ, ഒരു -3 കിടക്കുന്ന അല്ലെ. അപ്പൊ അത് കൃത്യമായിട്ട് മൈനസ് എടുത്തോളൂ. ആ മൈനസിന് ശേഷം വരുന്ന -3 ശേഷം വരുന്ന എല്ലാ മൈനസ് ആയിട്ട് ചിന്തിച്ചോളുക. ഓക്കെ, അപ്പൊ നമുക്ക് അവിടെ
ഒന്ന് പറഞ്ഞു നോക്കാം എന്താണ് ഈ സംഭവത്തിന്. 2 1, അപ്പൊ ഈ 2 ആദ്യത്തെ 2 പിന്നെ ഒരു +1 +2 -3. അപ്പൊ നമുക്ക് ആദ്യം അതിനെ മാത്രം ഇങ്ങ് വെളിയിലേക്ക് എടുക്കാം അല്ലേ. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ എന്തൊക്കെയാ വരിക? ക്വസ്റ്റ്യൻ നമുക്ക് ഞാനൊന്ന് എഴുതി വെക്കാം. ക്വസ്റ്റ്യൻ എഴുതിയതിനു ശേഷം നമുക്ക് പോവാം. 2 then 3/4 അതൊന്ന് പ്ലസ് അടുത്ത ഞാൻ ക്വസ്റ്റ്യൻ നോക്കി എടുത്തിക്കോട്ടെ. then രണ്ടാമത് വരുന്ന ഏതാണ്? 1.5 പിന്നെ 2.25 അല്ലേ. 1.5 2.25. അപ്പൊ നോക്കാം നമുക്ക് 1.5 then പ്ലസ് 2.25. നമ്മൾ ഇങ്ങനെ വായിക്കണം, 2.25 തന്നെ വായിക്കണം കേട്ടോ. -3.5 മുക്കാലോ എത്ര വന്നിരിക്കുന്ന 3.5 അല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് അവിടെ 3.5 ഇത്രയാണ് സംഭവം. ഓക്കെ അല്ലേ. അപ്പൊ ഇത് നമ്മൾ എങ്ങനെ ചെയ്യും? ഇതിന്റെ ഹോൾ നമ്പർ പാർട്ട് മാത്രം നമുക്ക് എടുക്കാം. ഏതൊക്കെയാണ്? 2 എടുക്കും, then 1 എടുക്കും, then 2 എടുക്കും. ഇവിടെ എടുക്കുമ്പോൾ -3 എടുത്തോണം, അത് ഓർമ്മിച്ചാൽ മതി. സോ നമുക്ക് അത് കൂട്ടാം. 2 + 1 + 2 -3 അത്ര നമ്മൾ എടുത്തു. ഓക്കെ, ഇനി ആ ഫ്രാക്ഷൻ ബാക്കി നോക്കിയേ. ഇത് നമ്മൾ എങ്ങനെ വായിക്കുക? നമ്മളിത് മുക്കാലെന്ന് വായിക്കും. ആ മുക്കാൽ എന്താ? ഈ കാലൂടെ ആകുമ്പോൾ എന്തായി? 1 ആയി. സോ നമുക്ക് അവിടെ എന്ത് ചെയ്യേണ്ട? കൂടെ ഒരു +1 അങ്ങനെ തന്നെ വായിക്കണം കേട്ടോ. ഈ മുക്കാലും ഈ കാലൂടെ ആയപ്പോൾ 1 ആയി. ബാക്കി നോക്കി, ഇവിടെ ഒരു അരയുണ്ടല്ലേ. ഇവിടെ എന്തുണ്ട്? ഇവിടെ പ്ലസ് അരയല്ല, ഇവിടെ ഫ്രണ്ടിൽ ഒരു മൈനസ് ആയതുകൊണ്ട് ഇത് -അരയാണ്. സോ ഇതും അങ്ങ് വെട്ടിപ്പോവും. ക്ലിയർ ആയല്ലോ? കുഴപ്പമില്ല. കാര്യം +അര -അര. ഓക്കെ, 2 1 3 3 2 5 5. ഇപ്പൊ 5 3 കുറച്ചാൽ, അല്ലെങ്കിൽ നമുക്ക് പോസിറ്റീവ് എല്ലാം കൂട്ടിയെടുക്കാം. 2 1 3 5 1 6. 6 3 കുറച്ചാൽ എത്ര വരും? ആൻസർ 3 എന്ന് വരും. ഇതാണ് ആൻസർ. 3 ആൻസർ ഓപ്ഷൻ ഉണ്ടോ നോക്കി. 3 ഓപ്ഷൻ ഉണ്ട്, അത് ബി ആണ് ഓപ്ഷൻ. സോ അത് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? കുഴപ്പമില്ലല്ലോ. അപ്പൊ അത് സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനോട് പോവാലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. ഇതാണ് ചോദ്യം. എന്താണ്? 600ന്റെ 8% എന്ത് എന്നുള്ളതാണ്. വളരെ സിമ്പിൾ ചോദ്യം. 600ന്റെ 8%. ഒന്നുമില്ല, 600 നമ്മൾ എഴുതുമല്ലേ. 600ന്റെ 8% എന്ന് പറഞ്ഞാൽ 600 × 8/100. ഓക്കെ, ഈ 2 0 2 0 വേണ്ടി 6 8 40. ഒറ്റ സ്റ്റെപ്പിൽ സിമ്പിൾ ചോദ്യമല്ലേ. 48. ഇത് എഴുതാതെയൊക്കെ ചെയ്യുന്നവരുണ്ട് കേട്ടോ. ഈ 600ന്റെ 8% നമ്മൾ 600ന്റെ 1% കണ്ടുപിടിക്കുക. 600ന്റെ 1% കണ്ടുപിടിക്കാൻ എളുപ്പവഴി എന്താണെന്ന് അറിയാവോ? 1% മീൻസ് ഇവിടെ 2 0 മാറ്റി കുത്തു കൊടുത്താൽ മതി. കണ്ടോ, വലത്തുനിന്ന് ഇങ്ങോട്ട് 2 സ്ഥാനം മാറ്റി കുത്തു കൊടുത്താൽ അപ്പൊ 6 എന്ന് കിട്ടും. അപ്പോൾ 1% 6 ആണെങ്കിൽ 8% 6 × 8 48 എന്ന് പെട്ടെന്ന് ചിന്തിക്കാനും പറ്റും. അങ്ങനെയുള്ള മെത്തേഡ് കൂടി ഉണ്ട്, അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് നേരത്തെ. അപ്പൊ അതുകൂടെ ഓർത്തോളാം. ഓക്കെ, പ്രശ്നമില്ലല്ലോ. അപ്പൊ അതും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. സിമ്പിൾ ചോദ്യമാണ് അല്ലെ. ഓക്കെ, അടുത്ത് നോക്കാം. ക്വസ്റ്റ്യൻ നോക്കിയേ. ഒരു സമചതുരത്തിന്റെ വിസ്തീർണം 64 ചതുരശ്ര സെന്റിമീറ്റർ, അതായത് സെന്റിമീറ്റർ സ്ക്വയർ ആയാൽ വശത്തിന്റെ നീളം എന്ത് എന്നുള്ള. ഒരു സമചതുരത്തിന്റെ വിസ്തീർണം 64 സെന്റിമീറ്റർ സ്ക്വയർ നീളം. അപ്പൊ വിസ്തീർണം തന്നിട്ടുണ്ട് അല്ലെ. സിമ്പിൾ ആണിത്. നമുക്കറിയാം ഒരു സമചതുരത്തിന്റെ വിസ്തീർണം പറഞ്ഞിട്ടുണ്ട്. എത്രയാണ് വിസ്തീർണം എന്ന് പറയുന്നത്? 64 എന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലയോ. അപ്പൊ ഇപ്പൊ ടെക്സ്റ്റ് ബുക്കിൽ പരപ്പളവ് എന്നാണ്. ഇപ്പൊ നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ളവരൊക്കെ നമ്മൾ വിസ്തീർണം എന്നാണ് പഠിച്ചിട്ടുള്ളത്. സോ വിസ്തീർണം എത്രയാണ്? 64. ഓക്കെ അല്ലേ. അപ്പൊ വിസ്തീർണം സമചതുരത്തിന്റെ വിസ്തീർണം വശം × വശം, അല്ലെങ്കിൽ വശം A ആണെങ്കിൽ A². എത്രയാണ്? 64. കാര്യങ്ങൾ വ്യക്തമായിട്ട് ലോജിക്ക് വെച്ച് തന്നെ പഠിച്ചു പോവുക. നമ്മൾ ഈ കാണാപ്പാടം പഠിക്കുന്ന മെത്തേഡ് ഒട്ടും പറ്റിയില്ലെങ്കിൽ മാത്രം കാണാപ്പാടത്തിലേക്ക് പോവുക. ലോജിക്ക് എപ്പോഴും യൂസ്ഫുൾ വേണം. സോ A² = 64. അപ്പൊ A² = 64 ആണെങ്കിൽ A = എത്രയാണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട് √64. അപ്പൊ നിങ്ങൾക്ക് ഇതൊക്കെ സംശയം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ എങ്ങനെയാണ് A² 60? ഇപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് സ്ക്വയർ അപ്പുറത്ത് പോയാൽ √ആവും. ഇതിൽ അങ്ങനെയൊന്നും അല്ല കേട്ടോ. റീസൺ അങ്ങനെയൊന്നും അല്ല. എങ്കിലും നമുക്ക് PSCക്ക് അത് മതി. സ്ക്വയർ അപ്പുറത്ത് പോകുമ്പോൾ √ആവും എന്ന് പഠിച്ചാൽ മതി. അപ്പൊ √60 എത്രയാണ്? 8. സോ വശം എന്താണ്? ഒരു വശം എന്ന് പറയുന്നത് 8 ആണ് എന്ന് കിട്ടും. ഓക്കെ അല്ലേ. സോ ഓപ്ഷൻ നോക്കാം. നമുക്ക് ഉണ്ടോ നോക്കാം. ഓപ്ഷൻ 8 ഉണ്ട്. A തന്നെ എന്താണ്? 8 എന്നുള്ള ഓപ്ഷനാണ്. ഓക്കെ, അടുത്തത് 0.45 എന്നതിന്റെ ദശാംശ രൂപമാണ് ക്വസ്റ്റ്യൻ. കണ്ടോ, ദശാംശം 0.45ന്റെ ദശാംശം കുറച്ച് മുകളിലായിപ്പോ അല്ലെ. കാണാമല്ലോ. 0.45ന്റെ ദശാംശ ഭിന്നസംഖ്യ രൂപമാണ്. ദശാംശ സംഖ്യയുടെ ഭിന്നസംഖ്യ രൂപം. ഓക്കെ അല്ലേ. നിങ്ങൾ കാണാമെന്ന് വിചാരിക്കുന്നു. കുറച്ച് വലിയ ക്വസ്റ്റ്യൻ, ഫ്രാക്ഷൻ. ഓക്കെ അല്ലേ. അപ്പൊ അത് കാണാം. സോ നമുക്കതൊന്ന് നോക്കാം. എന്താണ് ക്വസ്റ്റ്യൻ? 0.45ന്റെ ദശാംശം. അപ്പൊ നമ്മൾ ഇവിടുന്ന് പഠിക്കണം ആ ദശാംശ സംഖ്യയുടെ ഭിന്നസംഖ്യ രൂപം. അപ്പൊ നമുക്ക് അതൊന്ന് എഴുതാം. എന്താണ്? 0.45. ഈ എത്ര ദശാംശം ഉണ്ടെന്ന് നോക്കുക. എത്ര ദശാംശം? 2 ദശാംശം ഉണ്ടല്ലേ. എങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? നമ്മൾ 45 ദശാംശം കളഞ്ഞ സംഖ്യ എങ്ങനെ എഴുതാം? കണ്ടോ, /100 ഇടണം.
കാര്യം എന്താണ്? 2 സ്ഥാനം ഉണ്ടെങ്കിൽ ബൈ 100, 1 സ്ഥാനം ഉണ്ടെങ്കിൽ ബൈ 10. ഇതാണ് രീതി. 2 സ്ഥാനം ഉണ്ടെങ്കിൽ ബൈ 100, നമ്മൾ പറയാണ് 0.4 കണ്ടോ, നമ്മൾ ഇത് എങ്ങനെ എഴുതും? 4/10. ഇനി 0.455 ആണെങ്കിലോ നമ്മൾ ഇതിനെ 455 ബൈ എന്താന്ന് എഴുതും? 1000 എന്ന് എഴുതും. കാര്യം 3 ദശാംശ സ്ഥാനം. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇങ്ങനെയാണ് നമ്മൾ ആ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് പരിപാടി എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇവിടേക്ക് വരാം. നമ്മളിവിടെ ക്വസ്റ്റ്യൻ എന്തുവാണ്? 0.45ന്റെ ഭിന്നസംഖ്യ. അപ്പൊ നമ്മൾ 45/100 എന്ന് എഴുതി. ഇനി ഓപ്ഷൻ നോക്കാം. 45/100 ഉണ്ടോ? 45/100 ഇല്ല. അപ്പൊ ഇതിനെ സിംപ്ലിഫൈ ചെയ്യണം. അപ്പൊ അത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യാൻ പോവാണ്. എങ്ങനെയാണ് സിംപ്ലിഫൈ ചെയ്യാം? വെട്ടും അല്ലെ? 45നെ 5 കൊണ്ട് വെട്ടാം. 9 5 45. 100നെ 5 കൊണ്ട് വെട്ടുമ്പോൾ എത്ര കിട്ടും? 20 എന്ന് കിട്ടും. അപ്പൊ 9/20 ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കണം. 9/20 ഉണ്ട്. ഡി എന്ന് പറയുന്ന ഓപ്ഷൻ 9/20 ആണ്. കുഴപ്പമില്ലല്ലോ. അപ്പൊ അത് ഓക്കെയാണ്. അപ്പൊ എളുപ്പമാണ്, സിമ്പിളായിട്ട് ചെയ്തു പോകാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ദെൻ അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. നോക്കിയേ, 0.3, 0.32, 2.13 ഇതെല്ലാം കൂടെ കൂട്ടാനാണ് അല്ലേ? അപ്പോ 0.3 നമുക്ക് നോക്കാം. 0.3 നമുക്ക് വെറുതെ ഇങ്ങനെ എഴുതാം. 0.3. ഓക്കെ, ഒന്നുകൂടെ 0.3. 0.3. ഇനി അടുത്ത് നോക്കാം. എത്രയാണ്? 0.3. എളുപ്പമുള്ള ചോദ്യം. 0.32 അല്ലേ? അപ്പൊ നമുക്ക് എഴുതാം 0.32. കറക്റ്റ് പൊസിഷൻ നോക്കി തന്നെ എഴുതണമെന്നേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. അടുത്തത് 2.13. അപ്പൊ നമ്മൾ 2 എവിടെ എഴുതണം? പോയിന്റിന് മുമ്പ് എഴുതണം. അതൊക്കെ ശ്രദ്ധിച്ചോണം. ഈ ദശാംശങ്ങൾ കൂട്ടാനൊക്കെ നമ്മൾ പറയുന്നത് ടോപ്പിക് എടുത്ത് നോക്കിയാൽ മതി കേട്ടോ. 2.13 എന്നാണ് ക്വസ്റ്റ്യൻ അല്ലേ? അപ്പൊ 13 കറക്റ്റ് പൊസിഷൻ എഴുതുക. 13. ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഒരു 0 കൊടുക്കാം. കഴിഞ്ഞു. ഓക്കെ അല്ലേ? അപ്പൊ ഇത് കൂട്ടും ഇവിടെ നമ്മൾ ഇവിടെ നിന്ന് എപ്പോഴും കൂട്ടേണ്ടേ. 3 2 5. ദെൻ 3 1 3 3 6 1 7. ദെൻ ഇവിടെ 2 2.75 എന്നൊരു ഓപ്ഷൻ ഉണ്ടോ നോക്കി. 2.75. ഓക്കെ, 2.75 എന്ന ഓപ്ഷൻ ഉണ്ട്. സി ആണ് ഓപ്ഷൻ. സോ ആൻസർ 2.75 ആണ്. ക്ലിയർ അല്ലേ? പ്രശ്നമില്ലല്ലോ, എളുപ്പമാണ്. അടുത്തത്, സുധീർ ഒരു അലമാര 13,600 രൂപ കൊടുത്തു വാങ്ങി എന്നാണ് പറയുന്നത്. ഓക്കെ, കാണാൻ പറ്റുന്നില്ല അല്ലേ? കുറച്ചുകൂടെ ഒന്ന് താഴേക്ക് ഇറക്കാം. ഓക്കെ, ഇപ്പൊ കാണാമല്ലോ. വാങ്ങി. യാത്രാ ചെലവ് 400 രൂപയായാൽ അലമാര യാത്രാ ചെലവ് 400 രൂപയായി അല്ലെ? ഇനി അയാൾ അലമാര 16,800 രൂപയ്ക്ക് വിറ്റാൽ ലാഭശതമാനം എന്നതാണ് ചോദ്യം. അപ്പോ വാങ്ങി എത്ര രൂപയ്ക്കാണ്? 13,600 രൂപ. പക്ഷേ ചെലവ്, നമ്മളെ മുടക്കുമുതൽ എന്ന് പറയുന്നത് 400 രൂപ കൂടി ആയിട്ടുണ്ട്. അതായത് 14,000 രൂപ. എങ്ങനെ? 13,600 പ്ലസ് 400 രൂപ ആയിട്ടില്ലേ? അപ്പൊ നമുക്ക് എന്തെഴുതാം? നമുക്ക് നമ്മുടെ വരവ് അല്ലെങ്കിൽ ചെലവെന്ന് പറയുന്നത്, അതായത് നമ്മുടെ മുടക്കുമുതൽ, അതാണ് നമ്മുടെ വാങ്ങിയ, ഇതൊക്കെ അറിയാം, വാങ്ങിയ വില എന്ന് പറയുന്നത് അല്ലെ? വാങ്ങിയ വില 14,000 രൂപയാണ്. സോ വാങ്ങിയ വില അല്ലെങ്കിൽ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത്, വാങ്ങിയ വില എത്രയാണ്? 14,000 രൂപ. ഇനി മറ്റെന്താ പറയുന്നത്? അയാള് അത് 16,800 രൂപയ്ക്ക് വിറ്റു. അപ്പൊ വിറ്റ വില എന്താണ്? വിറ്റ വില എന്ന് പറയുന്നത് VV അല്ലെ? വിറ്റ വില എന്ന് പറയുന്നത് 16,800. അപ്പൊ എന്താണ് ലാഭം? നോക്കിയേ, ലാഭം എന്ന് പറയുന്നത് എത്രയായി? ഈ 16,800 മൈനസ് 4,000, അതായത് 2,800 രൂപ ലാഭമായിട്ട് വന്നു. അതായത് കുറച്ചാൽ മതി. 2,800 രൂപ ലാഭമായില്ലേ? സോ 2,800 രൂപ ലാഭം കിട്ടിയെങ്കിൽ ലാഭ ശതമാനമാണ് നമുക്ക് നോക്കേണ്ടത്. ലാഭ ശതമാനം. സോ പ്രോഫിറ്റിന്റെ പെർസെൻറ്റേജ് എത്രയായിരിക്കും? ലാഭം ബൈ എന്നല്ലേ? സോ നമ്മൾ പഠിച്ചിട്ടുണ്ട് വാങ്ങിയ വിലയിൽ ലാഭം. അപ്പൊ നിങ്ങൾ ഇക്വേഷൻ പഠിച്ചിട്ട് അങ്ങനെ പഠിക്കുക. നമ്മൾ അങ്ങനെ പഠിക്കും. നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ വെച്ചിട്ട് രണ്ടും പഠിച്ചിട്ടുണ്ട്. അപ്പൊ 2,800 ലാഭം ബൈ വാങ്ങിയ വില എത്രയാണ്? 14. എപ്പോഴും വാങ്ങിയ വിലയിലേ പറയുള്ളൂ. നമ്മൾ 14,000 രൂപ മുടക്കിയപ്പോ നമുക്ക് 2,800 രൂപ ലാഭം കിട്ടി. അങ്ങനെയെങ്കിൽ അതിനെ ശതമാനമാക്കാൻ, അത് പ്രോഫിറ്റ് ആണ്. അപ്പൊ ശതമാനമാക്കാൻ 200 അല്ലെ? അപ്പോൾ നമ്മൾ 14,000 രൂപ മുടക്കിയപ്പോൾ 2,000 ലാഭം കിട്ടി. അപ്പൊ 14,000 2,000 എഴുതി നീ വെട്ടി ചെയ്യാം. ഈ 2 0, ഈ 2 0 വെട്ടിപ്പോയി. ഈ ഒരു 0, ഈ ഒരു 0 വെട്ടിപ്പോയി. 14 28 വെട്ടുമ്പോൾ 2 കിട്ടും. 2 × 10 20%. ഓക്കെ, സോ ആൻസർ 20% നോക്കാം. ഉണ്ടോ നോക്കാം. 20%. ബി ഓപ്ഷൻ 20%. ഓക്കെ അല്ലേ? ശരി. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് ക്വസ്റ്റ്യൻ?
5 ക്രിക്കറ്റ് മത്സരങ്ങളിൽ നിന്നും സാം നേടിയ റണ്ണുകളാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. ഈ സാമിന്റെ ശരാശരി റൺ എന്ത് എന്നുള്ളതാണ് ചോദ്യം അല്ലെ. അപ്പൊ ശരാശരി നമുക്കറിയാം, ശരാശരി തുകാഭാഗം എണ്ണമാണ്, എന്നോട് കൂട്ടുക ബൈ എണ്ണം അല്ലെ. അപ്പൊ ഇതെല്ലാം കൂടെ വാരി പറക്കിട്ട് കൂട്ടുക ബൈ എണ്ണം എന്നാണ്. അപ്പൊ നമുക്കിത് കൂട്ടി നോക്കാം. എങ്ങനെയാണ് നമുക്കൊന്ന് എഴുതി കൂട്ടണമെങ്കിൽ എഴുതി കൂട്ടാം, അതല്ലെങ്കിൽ അല്ലാതെ തന്നെ മനസ്സിൽ കൂട്ടുന്നല്ലേ ഉള്ളൂ. ഇതൊക്കെ 70 5 കളഞ്ഞിട്ട് നമ്മൾ എന്ത് 70 60 130 130 20 150 150 100 250 250 90 340 340 8 348 5 353 2 355 then 355 365. എനിക്ക് തെറ്റിയോ നോക്കാം, ചിലപ്പോൾ തെറ്റാൻ സാധ്യതയുണ്ട്. 365 ബൈ അല്ലെ എണ്ണം 5 അല്ലേ, 365 അല്ലേ. സോ 365 ബൈ 5 എണ്ണമാണെന്ന് തോന്നുന്നു, 5 അല്ലെ. നമ്മൾ ഹരിക്കുമ്പോൾ നമുക്ക് എന്ത് വരും? 7 5 35 15 3 5 15. സോ 73 വരും. എന്റെ കൂട്ടിയിലുള്ള തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞുകൂടെ. 73 ഓപ്ഷൻ ഉണ്ടോ? 73 ഏ തന്നെയാണ് 73 ഓപ്ഷൻ. സോ നിങ്ങൾ എന്റെ കൂട്ടിയിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നോക്കിയിട്ട് പറയാ. ഓക്കെ, അപ്പോ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ കേട്ടോ. അപ്പൊ ഇത് പ്രശ്നമില്ലല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതേണ്ടേ ക്വസ്റ്റ്യൻ കാണാമല്ലോ. സാന്ദ്ര ഒരു സെക്കൻഡ് കൊണ്ട് സൈക്കിൾ 2 മീറ്റർ ദൂരം ചവിട്ടുമെങ്കിൽ 2 മിനിറ്റ് കൊണ്ട് എത്ര ദൂരം ചവിട്ടും? ആൻസർ നോക്കിക്കോളാം, എല്ലാം മീറ്ററിലാണ്. സോ സാന്ദ്ര ഒരു സെക്കൻഡ് കൊണ്ട് സൈക്കിൾ 2 മീറ്റർ ദൂരം ചവിട്ടും അല്ലെ. ഒരു സെക്കൻഡ് 2 മീറ്റർ ദൂരം എങ്കിൽ 2 മിനിറ്റ് കൊണ്ട് എത്ര? നമുക്ക് ഒന്ന് എഴുതാം, നമുക്ക് നോക്കാം. ഒരു സെക്കൻഡ് കൊണ്ട് 2 മീറ്റർ ദൂരം അല്ലെ. അപ്പോൾ സാന്ദ്ര ഒരു സെക്കൻഡ് കൊണ്ട് എത്ര ദൂരം? 2 മീറ്റർ ദൂരം. ഓക്കെ അല്ലേ. ഇനി നമുക്ക് വേണ്ടത് 2 മിനിറ്റ് കൊണ്ട് എത്ര മീറ്റർ ദൂരം? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ, ശരിയല്ലേ. അപ്പൊ നമുക്ക് സെക്കൻഡിലാണ്, ഒരു സെക്കൻഡിൽ 2 മീറ്റർ എന്നുള്ളതാണ്. നമുക്ക് 2 മിനിറ്റ് എത്ര സെക്കൻഡ് ആണ്? 120 സെക്കൻഡ് വരും. കാര്യം 1 മിനിറ്റ് എന്ന് പറയുമ്പോൾ 60 സെക്കൻഡ് അല്ലെ, ശരിയല്ലേ. അപ്പൊ 2 മിനിറ്റ് ആകുമ്പോൾ 120 സെക്കൻഡ്. അപ്പൊ 120 സെക്കൻഡിൽ എത്രയും നമ്മൾ നോക്കിയാൽ മതി. കാര്യം 2 മിനിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? 2 മിനിറ്റ് മീൻസ് 120 സെക്കൻഡ് ആണ്. അപ്പൊ 120 സെക്കൻഡ്. അപ്പൊ നമുക്ക് നോക്കാം, ഒരു സെക്കൻഡിൽ 2 മീറ്റർ, ശരിയല്ലേ. ആണെങ്കിൽ 120 ആക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? നമ്മൾ ഇൻറ്റു 120 ചെയ്താൽ മതി, ശരിയല്ലേ. അപ്പൊ ഇവിടെ എന്താവും? 120 സെക്കൻഡ് എന്നാവും അല്ലെ. അപ്പൊ 120 സെക്കൻഡ് ഇവിടെ എന്ത്? ഇവിടെ 120 ഗുണിക്കും. ഒരു സൈഡിൽ മാത്രം ഗുണിച്ചാൽ പോരല്ലോ. ഒരു സെക്കൻഡിനെ 120 സെക്കൻഡ് ആക്കാൻ നമ്മൾ 120 കൊണ്ട് ഇവിടെ ഗുണിച്ചു. 2 മീറ്റർ. അപ്പൊ അവിടെ എന്ത് ചെയ്യും? 2 മീറ്ററിനെ 120 ഗുണിക്കും. അപ്പൊ 240 മീറ്റർ. അതായത് 120 സെക്കൻഡ് മീൻസ് 2 മിനിറ്റ്. അപ്പൊ 2 മിനിറ്റില് എത്രയാണ്? 240 മീറ്റർ ട്രാവൽ ചെയ്യും എന്നാണ്. ഓപ്ഷൻ ഉണ്ടോ നോക്കുക. ഓക്കെ, ഏ തന്നെ 240 മീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ വെറുതെ ഒരു 10 ക്വസ്റ്റ്യൻ നമുക്ക് ട്രാക്കിലാണ്. അപ്പോൾ അടുത്ത ദിവസം വീണ്ടും ഒരു 10 ക്വസ്റ്റ്യൻ കൂടി ചെയ്യും. അപ്പൊ നമുക്ക് ഇങ്ങനെ വർക്കൗട്ട് പതിയെ വർക്കൗട്ട് ചെയ്ത് വരാം. അപ്പൊ എനിക്കും കുറച്ച് എഴുതി സെറ്റ് ആവാനുണ്ട് കേട്ടോ. നിങ്ങളൊന്ന് എന്നോടൊന്ന് ക്ഷമിച്ചു വരിക. അപ്പൊ നിങ്ങൾ സെറ്റായി വരുമ്പോൾ ഞാനും സെറ്റായി. ചിലപ്പോൾ നിങ്ങൾ സെറ്റ് ആയവരായിരിക്കാം, ഞാൻ സെറ്റ് ആയിട്ടില്ല, സെറ്റായി വരും. ഓക്കെ, അപ്പൊ നമുക്കിത് പതിയെ തുടങ്ങാം. വീണ്ടും ക്വസ്റ്റ്യൻ പേപ്പറുകൾ. അപ്പൊ നിങ്ങളെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് അയച്ചേക്കുക. സമയം പോലെ നമുക്ക് പതിയെ ചെയ്ത് വരാം. ഓക്കെ, ശരി. അപ്പോൾ